സൗമ്യ കേസിൽ പ്രോസിക്യൂഷന് സുപ്രീം കോടതിയുടെ രൂക്ഷ വിമർശനം. വിചാരണക്കാലത്ത് പ്രോസിക്യൂഷൻ വരുത്തിയത് ഗുരുതരമായ വീഴ്ചയാണെന്ന് സുപ്രീം കോടതി. സാക്ഷിമൊഴിയുടെ അടിസ്ഥാനത്തിലാണ് വധശിക്ഷ റദ്ദാക്കിയത്. കുറ്റം ചെയ്തുവെന്ന് 101% ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ വധശിക്ഷ നൽകാനാകൂവെന്നും സുപ്രീം കോടതി. സൗമ്യ കേസിലെ വിധിന്യായത്തിൽ തെറ്റുപറ്റിയിട്ടുണ്ടെങ്കിൽ തിരുത്താൻ തയ്യാറെന്ന് സുപ്രീം കോടതി വ്യക്തമാക്കി. കേസ് വീണ്ടും ഈ മാസം 17-ന് പരിഗണിക്കും. സുപ്രീം കോടതിയിൽ നിന്നും നീതി ലഭിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷയെന്ന് സൗമ്യയുടെ അമ്മ സുമതി പ്രതികരിച്ചു. സുപ്രീം കോടതി എന്തായാലും എനിക്ക് നീതി കിട്ടും, അതെനിക്ക് വിശ്വാസമുണ്ട്. കാരണം ആ ഒരു വിശ്വാസത്തിൽ തന്നെയാണ് ഞാൻ മുന്നോട്ടിരിക്കുന്നത്. എൻ്റെ മോളെ ഇത്രയും ക്രൂരമായി ഇങ്ങനെയെല്ലാം ചെയ്ത് കൊലപ്പെടുത്തിയ ഒരുത്തന് വേണ്ടിയിട്ട് സുപ്രീം കോടതി ഒരിക്കലും കൂട്ടുനിൽക്കില്ല. എൻ്റെ മകൾക്ക് നേരെ വിധി നല്ല രീതിയിൽ തന്നെ കിട്ടും എന്നുള്ള ആ ഒരു പ്രതീക്ഷ തന്നെയാണ് ഞാൻ ഇപ്പോഴും ഇരിക്കുന്നത്. 14-കാരൻ ബൈക്ക് ഓടിച്ച സംഭവത്തിൽ പിതാവ് പിടിയിൽ. കൊടുവള്ളി പെരിയാംതോട് സ്വദേശി റഷീദാണ് പിടിയിലായത്. കൊടുവള്ളി പോലീസാണ് ഇയാളെ പിടികൂടിയത്. കൊടുവള്ളി പെരിയാംതോട് സ്വദേശി റഷീദിനെയാണ് പ്രായപൂർത്തിയാകാത്ത മകൻ ബൈക്ക് ഓടിച്ചതുമായി ബന്ധപ്പെട്ട് പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇയാൾ 14-കാരനായ മകനെ ബൈക്കുമായി സാധനങ്ങൾ വാങ്ങിക്കാൻ വേണ്ടി കടയിലേക്ക് അയക്കുകയായിരുന്നു. തിരക്കേറിയ നഗരത്തിൽ നിന്നുമാണ് പോലീസ് കുട്ടിയെ പിടികൂടുന്നത്. ചോദ്യം ചെയ്യലിൽ അച്ഛനാണ് ബൈക്ക് നൽകിയതെന്ന് കുട്ടി പറഞ്ഞു. ഇതേ തുടർന്ന് പിതാവായ റഷീദിനെ വിളിച്ചുവരുത്തി അറസ്റ്റ് ചെയ്യുകയായിരുന്നു. കൊടുവള്ളി സിഐയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതിയെ പിടികൂടിയത്. ഇയാൾക്കെതിരെ ജുവനൈൽ ജസ്റ്റിസ് ആക്ട് പ്രകാരം കേസും എടുത്തിട്ടുണ്ട്. ശേഷം ഇയാളെ താമരശ്ശേരി കോടതിയിലും ഹാജരാക്കി. വിദ്യാർത്ഥികളെ ബൈക്കുമായി സ്കൂളിലേക്കും മറ്റും അയക്കുന്നത് രക്ഷിതാക്കൾ തന്നെ ആയതിനാലാണ് രക്ഷിതാക്കൾക്കെതിരെ നടപടി സ്വീകരിക്കാൻ പോലീസ് തീരുമാനിച്ചത്. മറ്റു യാത്രക്കാരുടെ ജീവന് പോലും ഭീഷണിയാകുന്ന രീതിയിലുള്ള വിദ്യാർത്ഥികളുടെ ബൈക്ക് ഓടിക്കലിന് തടയിടാനാണ് കൊടുവള്ളി പോലീസിന്റെ തീരുമാനം. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ഓണക്കാലത്ത് എക്സൈസ് കേസുകളിൽ 127% വർധനയെന്ന് കണക്കുകൾ. ഒരു മാസത്തിനുള്ളിൽ 3339 അബ്കാരി കേസുകൾ രജിസ്റ്റർ ചെയ്തു. 1425 ലിറ്റർ വ്യാജ മദ്യം പിടിച്ചെടുത്തു. മദ്യ ഉപഭോഗം കുറയ്ക്കാൻ മദ്യത്തിന്റെ ആവശ്യകത കുറയ്ക്കുകയാണ് വേണ്ടതെന്ന് എക്സൈസ് മന്ത്രി ടി പി രാമകൃഷ്ണൻ പറഞ്ഞു. ആഗസ്റ്റ് 10 മുതൽ സെപ്റ്റംബർ 18 വരെ എക്സൈസ് വകുപ്പ് നടത്തിയ പ്രത്യേക പരിശോധനയുടെ കണക്കുകളാണ് പുറത്തുവന്നത്. 3399 അബ്കാരി കേസുകളും 332 മയക്കുമരുന്ന് കടത്ത് കേസുകളും ഒരു മാസത്തിനിടെ രജിസ്റ്റർ ചെയ്തു. 3538 പേർ അറസ്റ്റിലായി. 1425 ലിറ്റർ വ്യാജമദ്യം പിടികൂടി. അനധികൃതമായി എത്തിച്ച 7314 ലിറ്റർ ഇന്ത്യൻ നിർമ്മിത വിദേശമദ്യവും 861 ലിറ്റർ കള്ളും 470 ലിറ്റർ ചാരായവും പിടിച്ചെടുത്തു. മയക്കുമരുന്നായി ഗുളികകൾ ഉപയോഗിക്കുന്നതിലും വൻ വർധനയുണ്ടായതായി എക്സൈസ് വകുപ്പിന് വിവരം കിട്ടിയിട്ടുണ്ട്. 2015 ഓണക്കാലത്തേക്കാൾ 127% വർധനയാണ് കേസുകളിലുണ്ടായത്. മദ്യത്തിന്റെ ഉപഭോഗം കുറയ്ക്കാൻ ആവശ്യകത കുറയ്ക്കുകയാണ് വേണ്ടതെന്ന് ബോധവൽക്കരണ പരിപാടി ഉദ്ഘാടനം ചെയ്ത് എക്സൈസ് മന്ത്രി ടി പി രാമകൃഷ്ണൻ പറഞ്ഞു. നിയമവിധേയമായ മദ്യം ലഭ്യമല്ലാത്ത സാഹചര്യത്തിൽ നിയമവിരുദ്ധ മദ്യം, അനധികൃത മദ്യം, നിയമവിരുദ്ധ ലഹരി പദാർത്ഥങ്ങൾ ഇതെല്ലാം വ്യാപിക്കാൻ ഇടയുണ്ട്. മദ്യത്തിനെതിരെ കൂടുതൽ ബോധവൽക്കരണ പരിപാടികൾ സംഘടിപ്പിക്കാൻ എക്സൈസ് വകുപ്പ് തീരുമാനിച്ചിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. ഇടുക്കി തോപ്രാംകുടിക്ക് സമീപം കാറും ബസും കൂട്ടിയിടിച്ച് മരണം 5 മരിച്ചത് ഷിജോ, അച്ചാമ്മ ഷൈജു, ജൈനമ്മ, 1.5 വയസ്സുകാരൻ ഐവാൻ എന്നിവരാണ്. കാർ ബസുമായി കൂട്ടിയിടിക്കുകയായിരുന്നു. തമിഴ്നാട്ടിൽ നിന്നും പാഴ്സൽ ലോറിയിൽ കടത്തിക്കൊണ്ടുവന്ന നിരോധിത കീടനാശിനികൾ ഇടുക്കിയിലെ കുമളി ചെക്ക് പോസ്റ്റിൽ എക്സൈസ് ഉദ്യോഗസ്ഥർ പിടികൂടി. 100 കിലോ വീതം ഫോറേറ്റ്, ഫ്യൂരിഡാൻ എന്നിവയും വിവിധ പേരുകളിലുള്ള 270 ലിറ്റർ ദ്രവരൂപത്തിലുള്ള കീടനാശിനിയുമാണ് പിടികൂടിയത്. KRS എന്ന കമ്പനിയുടെ പാഴ്സൽ ലോറിയിലാണ് കടത്തിക്കൊണ്ടുവന്നത്. പുലർച്ചെയാണ് നിരോധിത കീടനാശിനിയുമായി ലോറി അതിർത്തിയിലെ കുമിളി ചെക്ക് പോസ്റ്റിലെത്തിയത്. പതിവ് പരിശോധനയ്ക്കിടെ കീടനാശിനിയുടെ രൂക്ഷഗന്ധം വന്നതിനെ തുടർന്ന് ലോറി തുറന്ന് പരിശോധിക്കണമെന്ന് എക്സൈസ് ഉദ്യോഗസ്ഥർ ആവശ്യപ്പെട്ടു. ഈ പരിശോധനയിലാണ് നിരോധിത കീടനാശിനികൾ കണ്ടെത്തിയത്. ഖരരൂപത്തിലുള്ള കീടനാശിനികൾ 17 ചാക്കുകളിലായിരുന്നു. 20 ലിറ്റർ വരെയുള്ള കന്നാസുകളിലായാണ് 270 ലിറ്റർ ദ്രവരൂപത്തിലുള്ള കീടനാശിനികൾ കൊണ്ടുവന്നത്. എക്സൈസ് ഉദ്യോഗസ്ഥർ അറിയിച്ചതിനെ തുടർന്ന് കൃഷിവകുപ്പ് ഉദ്യോഗസ്ഥരെത്തി പരിശോധന നടത്തി. സംസ്ഥാനത്ത് നിരോധിക്കപ്പെട്ട 17 ഇനം കീടനാശിനികളാണെന്ന് കൃഷിവകുപ്പ് ഉദ്യോഗസ്ഥർ കണ്ടെത്തി.
ചുമന്ന പട്ടികയിൽപ്പെടുത്തിയ ഇവ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. മധുരയിലുള്ള കടയുടെ ബില്ലും വാഹനത്തിലുണ്ടായിരുന്നു. തേനിയിൽ നിന്നുമാണ് കീടനാശിനികൾ ലോറിയിൽ കയറ്റിയതെന്നാണ് ഡ്രൈവർ നൽകിയിരിക്കുന്ന മൊഴി. കാഞ്ഞിരപ്പള്ളിയിലേക്കുള്ള കടയിലേക്കാണ് ഇത് കൊണ്ടുവന്നത്. നിരോധിത കീടനാശിനികളുടെ ബില്ല് ഹാജരാക്കിയിട്ടും വാണിജ്യ നികുതി ഉദ്യോഗസ്ഥർ ഇത് പിടികൂടാതിരുന്നത് ദുരൂഹതയ്ക്കിടയാക്കിയിട്ടുണ്ട്. ഇത്തരത്തിൽ നിരവധി തവണ കീടനാശിനികൾ കേരളത്തിലേക്ക് കടത്തിയിട്ടുണ്ടെന്ന് കൃഷി വകുപ്പും സംശയിക്കുന്നു. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. എറണാകുളം കളമശ്ശേരി മെഡിക്കൽ കോളേജിലെ ഹൌസ് സർജന്മാരും PG വിദ്യാർത്ഥികളും സമരത്തിൽ. ചികിത്സാ പിഴവിനെ തുടർന്ന് വിദ്യാർത്ഥിനി മരിച്ച സംഭവത്തിൽ സസ്പെൻഡ് ചെയ്യപ്പെട്ട ഡോക്ടർമാരെ തിരിച്ചെടുക്കണമെന്നാവശ്യപ്പെട്ടാണ് സമരം. അതേസമയം നാളെ കൊച്ചിയിലെത്തുന്ന ആരോഗ്യമന്ത്രി സമരക്കാരുമായി ചർച്ച നടത്തും. കളമശ്ശേരി മെഡിക്കൽ കോളേജിലെ മെഡിക്കൽ വിദ്യാർത്ഥിനി ഷംന തസ്നീം ചികിത്സയ്ക്കിടെ മരിച്ചതുമായി ബന്ധപ്പെട്ട് 2 ഡോക്ടർമാരെ സർക്കാർ സസ്പെൻഡ് ചെയ്തിരുന്നു. ചികിത്സാ പിഴവ് മൂലമാണ് വിദ്യാർത്ഥി മരിച്ചതെന്ന വകുപ്പുതല അന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഡോക്ടർ ജിൽസിനെയും ഡോക്ടർ ബിനോയെയും സസ്പെൻഡ് ചെയ്തത്. എന്നാൽ ആശുപത്രിയിലെ അപര്യാപ്തത മൂലമാണ് വിദ്യാർത്ഥിനി മരിച്ചതെന്നും നിരപരാധികളായ ഡോക്ടർമാരെ തിരിച്ചെടുക്കണമെന്നും സമരം നടത്തുന്ന ഹൌസ് സർജന്മാരും PG വിദ്യാർത്ഥികളും ആവശ്യപ്പെട്ടു. ഇവരുടെ ഡോക്ടർമാർക്ക് സംസാരിക്കാനുള്ള ഒന്നും അവർ അന്വേഷിച്ചിട്ടില്ല, ചോദിച്ചിട്ടുമില്ല. അപ്പോൾ ഒരു ഭാഗത്തുനിന്ന് അവർ തന്നെ സ്വന്തമായ തീരുമാനം എടുത്ത് അങ്ങ് സസ്പെൻഡ് ചെയ്തിരിക്കുക. ഇവർ ഞങ്ങൾക്ക് പറയാനുള്ളതെന്ന് അവർ കേട്ടിട്ടില്ല. സസ്പെൻഡ് ചെയ്യപ്പെട്ടവരെ തിരിച്ചെടുക്കാൻ പ്രിൻസിപ്പലിന് അധികാരമില്ലെന്ന് സമരക്കാരെ അറിയിച്ചതായി പ്രിൻസിപ്പൽ ഡോക്ടർ VK ശ്രീകല പറഞ്ഞു. ഗവർണറുടെ ഉത്തരവും അഡീഷണൽ ചീഫ് സെക്രട്ടറിയുടെ ഉത്തരവും റദ്ദാക്കാനായിട്ട് പ്രിൻസിപ്പലിന് അധികാരമില്ലെന്നും ഈ വിവരങ്ങൾ മേലധികാരിയെ അറിയിച്ചിട്ടുണ്ടെന്നും സമരം ചെയ്യുന്ന ഡോക്ടർമാരോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത്യാഹിത വിഭാഗം ഉൾപ്പെടെയുള്ള അടിയന്തര ചികിത്സാ വിഭാഗം ഒഴിവാക്കിയാണ് ഹൌസ് സർജന്മാരും PG വിദ്യാർത്ഥികളും പണിമുടക്കുന്നത്. അതേസമയം നാളെ കൊച്ചിയിലെത്തുന്ന ആരോഗ്യമന്ത്രി KK ശൈലജ സമരക്കാരുമായി ചർച്ച നടത്തും. ന്യൂസ് ബ്യൂറോ, കൊച്ചി. കഴിഞ്ഞ UDF സർക്കാരിന്റെ കാലത്തെ സ്വാശ്രയ പ്രവേശനത്തിനെതിരെ വിദ്യാർത്ഥികളും രക്ഷകർത്താക്കളും രംഗത്ത്. കഴിഞ്ഞ വർഷം MBBSന് മെറിറ്റിൽ പ്രവേശനം ലഭിച്ചത് 2001 വരെയുള്ള റാങ്കുകാർക്കായിരുന്നു. എന്നാൽ ഇത്തവണ 2600 വരെയുള്ള റാങ്കുകാർക്ക് പ്രവേശനം ലഭിച്ചു. UDF സർക്കാരാണ് സ്വാശ്രയ പ്രവേശനം കച്ചവടമാക്കിയത് എന്ന് രക്ഷകർത്താക്കൾ. ബഹുഭൂരിപക്ഷം സ്വാശ്രയ മെഡിക്കൽ കോളേജുകളുമായി കരാറുണ്ടാക്കി കൂടുതൽ വിദ്യാർത്ഥികൾക്ക് മെഡിക്കൽ പ്രവേശനം ഉറപ്പാക്കിയ LDF സർക്കാരിനെതിരെ സമരം ചെയ്യുന്ന UDFന്റെ മുൻകാല സ്വാശ്രയ പ്രവേശന നടപടികളെ തുറന്നുകാട്ടുകയാണ് രക്ഷിതാക്കളും വിദ്യാർത്ഥികളും. മുൻവർഷം സംസ്ഥാന പ്രവേശന പരീക്ഷാ ലിസ്റ്റിൽ നിന്നും 2101 റാങ്ക് വരെയുള്ളവർക്കാണ് MBBS പ്രവേശനം ലഭിച്ചത്. എന്നാൽ ഈ സർക്കാർ കൂടുതൽ മാനേജ്മെൻറ്റുകളുമായി കരാർ ഒപ്പിട്ടതിലൂടെ 2600 റാങ്ക് വരെയുള്ളവർക്ക് ഇത്തവണ പ്രവേശനം ലഭിച്ചു. കഴിഞ്ഞ തവണ UDF സർക്കാർ മാനേജ്മെൻറ്റുകളുമായി ഒത്തുകളിക്കാതിരുന്നുവെങ്കിൽ തങ്ങളെപ്പോലെയുള്ള നിരവധി കുട്ടികൾക്ക് MBBS പഠനം യാഥാർത്ഥ്യമാകുമായിരുന്നുവെന്ന് 2139 റാങ്കുകാരിയായ അക്ഷര പറയുന്നു. ഞങ്ങൾക്ക് അർഹത, ഞങ്ങളുടെ സ്വപ്നങ്ങളൊന്നും അവർ കണക്കിൽ പോലും എടുക്കാതെ കൺസിഡർ ചെയ്യാതെ അറ്റ്ലീസ്റ്റ് അവർക്ക് 50 സീറ്റ്സ് ഈ 2.5 കഴിഞ്ഞ തവണ അവർക്ക് തരായിരുന്നു. അത് ആ ഗവൺമെന്റ് തന്നെ പിടിപ്പിക്കുകയാണ്. ഇപ്പോൾ സർക്കാരിനെതിരെ UDF നടത്തുന്ന സമരത്തെക്കുറിച്ചും അക്ഷര പ്രതികരിക്കാതിരുന്നില്ല. ഇത്തവണ ഈ കാണിക്കുന്നതിന്റെ ഒരു പകുതി കാണിച്ചിരുന്നെങ്കിൽ കഴിഞ്ഞ തവണ 2.5 ലാക്ക് പോട്ട് ഒരു 3 ലാക്കിനാണെങ്കിലും ഇവർ ഒരു 50% ഗവൺമെന്റ് സീറ്റ് അർഹതയുള്ള സീറ്റ് അത് ഇവർക്ക് കൊടുക്കാൻ കഴിയാത്ത അത്ര ഇൻഎഫിഷ്യന്റ് ഒരു ഗവൺമെന്റ് ഇത്തവണ ഇത്രയും ഒരു 2.5 ലാക്കിൽ വന്നു എന്ന് പറഞ്ഞിട്ട് ഇത്രയും ബഹളം. കാരണം പാവപ്പെട്ട കുട്ടികൾക്ക് അത് കുറച്ച് കൊടുക്കുന്നുണ്ട്, സ്കോളർഷിപ്പ് നൽകുന്നുണ്ട്, എന്നിട്ടും ഇത്രയും ബഹളം വെക്കുന്ന എന്ത് യോഗ്യതയാണ് ഇവർക്കുള്ളത്? കഴിഞ്ഞ UDFന്റെ കാലത്ത് സർക്കാർ സീറ്റുകൾ മാനേജ്മെന്റുകൾ തട്ടിയെടുത്തതിന് പിന്നിൽ കോഴ ഇടപാട് നടന്നിട്ടുണ്ടെന്നും രക്ഷിതാക്കൾ ആരോപിക്കുന്നു. ഈ മാനേജ്മെന്റിന്റെ കോഴ വാങ്ങിച്ചു എന്ന് തന്നെയാണ് ഞാൻ ഉറപ്പിച്ച് പറയുന്നത്. കാര്യം ഈ സീറ്റ് കൊടുക്കാൻ ഇത് കച്ചവടമാക്കാൻ വേണ്ടി താരതമ്യേന ഉള്ള ഒരു ഫീസ് വർധന മാത്രമേ മെറിറ്റ് സീറ്റിൽ ഇപ്പോൾ സർക്കാർ വരുത്തിയിട്ടുള്ളൂ എന്നും അത് വിദ്യാർത്ഥികൾക്ക് താങ്ങാവുന്നതാണെന്നും രക്ഷിതാക്കൾ വ്യക്തമാക്കുകയാണ്. സ്വാശ്രയ പ്രവേശനം കച്ചവടമാക്കിയ UDF ഇപ്പോൾ സമരം നടത്തി ജനങ്ങളെ വിഡ്ഢികളാക്കുകയാണെന്നും രക്ഷിതാക്കളും വിദ്യാർത്ഥികളും ചൂണ്ടിക്കാട്ടുന്നു. സുനിൽ അരുമാനൂർ, ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. സ്വാശ്രയ കേസ് വേഗത്തിലാക്കാൻ ഹൈക്കോടതിയിൽ അപേക്ഷ നൽകുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. കോടതി പറഞ്ഞിട്ടുള്ളത് ഹൈക്കോടതി അന്തിമമായിട്ട് ഇത് 10 ലക്ഷമാണെന്ന് പറഞ്ഞിട്ടില്ല. അപ്പോൾ ഹൈക്കോടതിയുടെ തന്നെ അന്തിമ വിധി വരട്ടെ എന്നാണ്. ഇത് വേഗത്തിൽ തന്നെ ഈ കാര്യത്തിൽ അന്തിമമായ നിലപാടെടുക്കണമെന്ന് സംസ്ഥാന സർക്കാർ ഹൈക്കോടതിയിൽ അതിനായിട്ട് പോകും. അതായത് ഇത് അന്തിമ വിധിയല്ല എന്നതാണല്ലോ സുപ്രീം കോടതി പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഹൈക്കോടതിയെ സമീപിച്ചിട്ട് നമ്മളിപ്പോൾ ഇവിടെ നിശ്ചയിച്ചിട്ടുള്ള ഫീസ് നിരക്കിൽ തന്നെ ഈ കോളേജുകളും വരണമെന്നാണ് ഞങ്ങൾ കാണുന്നത്. അതാണ് സംസ്ഥാന ഗവൺമെന്റ് നയമാക്കാര്യം. വനാതിർത്തികളിൽ വന്യമൃഗശല്യം രൂക്ഷമായി തുടരുന്നതിനിടെ സംരക്ഷണം ആവശ്യപ്പെട്ട കർഷകർ കോടതിയിലേക്ക്. വയനാട് പുൽപ്പള്ളിയിലെ കർഷക കൂട്ടായ്മയാണ് ജീവനും സ്വത്തിനും സംരക്ഷണം ആവശ്യപ്പെട്ട് ഹൈക്കോടതിയിൽ പൊതുതാൽപര്യ ഹർജി നൽകാൻ ഒരുങ്ങുന്നത്.
ബഹിരാകാശ രംഗത്തെ ഇന്ത്യയുടെ നേട്ടങ്ങൾ വിളിച്ചറിയിച്ച ISRO സ്പേസ് എക്സ്പോ എറണാകുളത്തപ്പൻ മൈതാനത്താണ് ക്രൂ മൊഡ്യൂൾ എന്ന ചെറുപേടകം അടക്കമുള്ളവ പ്രദർശിപ്പിച്ചിരിക്കുന്നത്. മനുഷ്യനെ വഹിച്ചുള്ള ബഹിരാകാശ യാത്ര എന്ന ഇന്ത്യയുടെ സ്വപ്നത്തിന് കരുത്തേകുന്ന ചെറുപേടകമാണ് ക്രൂ മൊഡ്യൂൾ. 2014 വിജയകരമായി പരീക്ഷിച്ച ക്രൂ മൊഡ്യൂളിന് 4000 ഡിഗ്രി താപനില അതിജീവിക്കാൻ കഴിയും. യഥാർത്ഥ ക്രൂ മൊഡ്യൂളിനൊപ്പം ISRO വിക്ഷേപിച്ച വിവിധ ഉപഗ്രഹങ്ങളുടെ മാതൃകകളും സ്പേസ് എക്സ്പോയിലുണ്ട്. 2ാം ചാന്ദ്രയാൻ ദൗത്യത്തിനൊരുങ്ങുന്ന കുഞ്ഞു റോവറിന്റെ മാതൃക മേളയിലെ മറ്റൊരു ആകർഷണമാണ്. വിദ്യാർത്ഥികളടക്കം നിരവധി പേരാണ് എക്സ്പോ കാണാനെത്തുന്നത്. എക്സ്പോ ചെയർമാൻ ഡോക്ടർ അനിൽകുമാർ, ബഹിരാകാശത്തിന്റെ പ്രയോജനങ്ങൾ സാധാരണ ജനങ്ങൾക്ക് എന്തെല്ലാം പ്രയോജനമുണ്ട് എന്ന് ഇത് വ്യക്തമായി കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ISROയുടെ ഈ ഒരു വികാസ പരിണാമങ്ങളാണ് ഇവിടെ പൂർണ്ണമായും ആലേഖനം ചെയ്തിരിക്കുന്നത്. ISRO തന്നെയായിട്ട് കാണിക്കുന്ന ഒരു എക്സ്പോ രണ്ടാമത്തെയാണിത്. ബഹിരാകാശ സഞ്ചാരികളുടെ സ്പേസ് സ്യൂട്ടിനൊപ്പം ഫോട്ടോ എടുക്കാനുള്ള സൗകര്യവുമുണ്ട്. പ്രവേശനം സൗജന്യമായ പ്രദർശനം തിങ്കളാഴ്ച സമാപിക്കും. ന്യൂസ് ബ്യൂറോ, കൊച്ചി. കേരളത്തിലെ വനിതാ പ്രസ്ഥാനത്തിന്റെ സ്ഥാപക നേതാക്കളിൽ ഒരാളും കരിവള്ളൂർ സമരനായകൻ നേവി കുഞ്ഞമ്പുവിന്റെ പത്നിയുമായ കെ ദേവയാനിയുടെ പേരിൽ ഏർപ്പെടുത്തിയ പുരസ്കാരം വിപ്ലവ ഗായിക PK മേദിനിക്ക്. 25,000 രൂപയും ഫലകവും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം. പുരസ്കാര സമർപ്പണ തീയതി പിന്നീട് പ്രഖ്യാപിക്കുമെന്ന് കെ ദേവകി സ്മാരക ട്രസ്റ്റിന്റെ മാനേജിംഗ് ട്രസ്റ്റി അഡ്വക്കേറ്റ് കെ വിജയകുമാർ അറിയിച്ചു. തൃശൂർ DCC പ്രസിഡന്റ് പദവി ലക്ഷ്യമിടുന്ന മുൻ മന്ത്രി CN ബാലകൃഷ്ണനെതിരെ സർവ്വ ഗ്രൂപ്പുകളും പടയൊരുക്കം ആരംഭിച്ചു. പാർട്ടിയെ തോൽവിയിലേക്ക് നയിച്ചവരെ പ്രസിഡന്റാക്കിയാൽ സർവ്വനാശം സംഭവിക്കുമെന്ന് അനിൽ അക്കര MLA. മുതിർന്ന നേതാക്കളെ ഒഴിവാക്കി യുവാക്കളെ പരിഗണിക്കണമെന്നാവശ്യപ്പെട്ട് AICC സമീപിക്കാനുള്ള ഒരുക്കത്തിലാണ് സുധീരപക്ഷം. യുവനേതാക്കളുടെ പട്ടികയിൽ 1ാം പേരുകാരനാകാൻ TN പ്രതാപനും പിടിമുറുക്കി. വന്ധ്യവയോധികരെ തൃശൂരിൽ DCC അധ്യക്ഷനായി കെട്ടിയിറക്കേണ്ടെന്ന മുന്നറിയിപ്പുമായി ഐ ഗ്രൂപ്പ് നേതാവും KPCC ജനറൽ സെക്രട്ടറിയുമായ V ബലറാം നിലപാടറിയിച്ചിരുന്നു. പിന്തുണ നൽകുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന ഐ ഗ്രൂപ്പ് തിരിഞ്ഞുകൊത്തിയതോടെ അങ്കലാപ്പിലായ CN ബാലകൃഷ്ണന്റെ നില കൂടുതൽ പരിങ്ങലിലാക്കിയാണ് അനിലക്കര MLA രംഗത്തെത്തിയത്. 2005 മുതൽ ജില്ലയിലെ കോൺഗ്രസിന്റെ ദയനീയമായ പരാജയത്തിന് കാരണക്കാരായവരെ അധ്യക്ഷനാക്കിയാൽ പാർട്ടിയുടെ സർവനാശത്തിനാകും കളമൊരുങ്ങുക എന്നാണ് അനിലക്കര പ്രസ്താവനയിലൂടെ പ്രതികരിച്ചത്. യുവനേതാക്കൾക്ക് അവസരം നൽകണമെന്നാവശ്യപ്പെട്ട് രാഹുൽ ഗാന്ധിയെ നേരിൽ കാണുമെന്നും MLA വ്യക്തമാക്കി. മുതിർന്ന നേതാക്കൾ എന്ന പട്ടികയിൽപ്പെടുത്തി CN ബാലകൃഷ്ണനൊപ്പം എ ഗ്രൂപ്പിന്റെ പോരാളിയും നിലവിലെ പ്രസിഡന്റുമായ PA മാധവനെ ഒതുക്കാനും ശ്രമം നടക്കുന്നുണ്ട്. യോഗ്യരായവരുടെ നിരയിൽ TN പ്രതാപനെ ഉയർത്തിക്കാട്ടാനുള്ള കളമാണ് സുധീരപക്ഷം ഒരുക്കിയെടുക്കുന്നത്. സ്ത്രീകൾ സാധ്യതാ പട്ടികയിലില്ല എന്ന ബൽറാമിന്റെ പ്രതികരണം പുറത്തുവന്നെങ്കിലും പിന്നോട്ടില്ലെന്ന നിലപാടിൽ ഐ ഗ്രൂപ്പിനുള്ളിൽ സമ്മർദ്ദം ചെലുത്താൻ പത്മജ വേണുഗോപാലും പരിശ്രമത്തിലാണ്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. ഇടുക്കി മറയൂരിൽ വീണ്ടും ചന്ദനമോഷണം. സഹായഗിരി ആശുപത്രി വളപ്പിൽ നിന്നും 2 കൂറ്റൻ ചന്ദനമരങ്ങൾ വെട്ടിക്കടത്തി. സ്വകാര്യ വ്യക്തികളുടെ ഭൂമിയിൽ നിന്നുള്ള ചന്ദനമോഷണം തുടർക്കഥയായിട്ടും ഇരുട്ടിൽ തപ്പി പോലീസും വനംവകുപ്പും. മറയൂർ സഹായഗിരി ആശുപത്രി പരിസരത്ത് നിന്ന് 2 ചന്ദനമരങ്ങളാണ് മോഷ്ടാക്കൾ വെട്ടിക്കടത്തിയത്. ഏകദേശം 10 ലക്ഷം രൂപ വിലമതിക്കുന്ന ചന്ദനമരങ്ങളാണ് കഴിഞ്ഞ ദിവസം രാത്രി മോഷ്ടാക്കൾ മുറിച്ചു കടത്തിയത്. 10ലധികം ചന്ദനമരങ്ങൾ ഉണ്ടായിരുന്ന സഹായഗിരി ആശുപത്രി പരിസരത്ത് ഇനി ശേഷിക്കുന്നത് കാതൽ കുറഞ്ഞ 2 മരങ്ങൾ മാത്രം. കഴിഞ്ഞ ദിവസം ഈ ആശുപത്രിയുടെ 100 മീറ്റർ മാറി സർക്കാർ ഹൈസ്കൂൾ പരിസരത്ത് നിന്നിരുന്ന ഒരു വൻ ചന്ദനമരം മോഷ്ടാക്കൾ വെട്ടിക്കടത്തിയിരുന്നു. ചന്ദന മോഷ്ടാക്കൾക്കെതിരെയുള്ള അന്വേഷണം ഊർജിതമാണെന്ന് പോലീസ് പറയുമ്പോഴും നാളിതുവരെ ഒരു വ്യക്തിയെപ്പോലും പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടില്ല. സ്വകാര്യ ഭൂമിയിൽ നിന്നോ സർക്കാർ ഓഫീസുകളുടെ കോമ്പൗണ്ടിൽ നിന്നോ ചന്ദനമരം മോഷണം പോയാൽ വനം വകുപ്പോ പോലീസോ അന്വേഷണം ഊർജിതമാക്കാൻ തയ്യാറാകുന്നില്ല എന്നതാണ് പരാതി. കഴിഞ്ഞ 1 മാസത്തിനിടെ പ്രദേശത്ത് സർക്കാർ സ്വകാര്യ ഭൂമിയിൽ നിന്നുമായി 10ലധികം ചന്ദനമരമാണ് മോഷണം പോയിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഓഫീസിൽ ഫയലുകളുടെ നീക്കം റെക്കോർഡ് വേഗത്തിൽ. LDF സർക്കാർ അധികാരമേറ്റ ആദ്യ 4 മാസത്തിനുള്ളിൽ 90% ഫയലുകളാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് തീർപ്പാക്കിയത്. വിവരാവകാശ പ്രകാരം ലഭിച്ച രേഖകൾ ഫയൽ തീർപ്പാക്കലിന്റെ വേഗത വ്യക്തമാക്കുന്നുണ്ട്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സംസ്ഥാനത്ത് അധികാരത്തിലെത്തിയ ശേഷം മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഓഫീസിൽ ഫയലുകളൊന്നും തീർപ്പാകുന്നില്ലെന്നും കെട്ടിക്കിടക്കുകയാണെന്നുമുള്ള പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയുടെ ആരോപണങ്ങൾ അസത്യമാണെന്ന് തെളിയിക്കുന്നതാണ് വിവരാവകാശ രേഖകൾ. മുഖ്യമന്ത്രി പിണറായി വിജയൻ സർക്കാർ ഭരണത്തിലേറിയ ശേഷമുള്ള ആദ്യ 4 മാസത്തിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിലെത്തിയ 4707 ഫയലുകളിൽ 4277 ഫയലുകളും തീർപ്പാക്കിയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഫയൽ നീക്കം റെക്കോർഡ് വേഗത്തിലാക്കിയത്. 430 ഫയലുകൾ മാത്രമാണ് ഇനി തീർപ്പാക്കാനുള്ളത്.
ഈ ഫയലുകളിൽ വകുപ്പ് തിരിച്ച് തീർപ്പാക്കേണ്ടവ ഉണ്ടെന്നതും വസ്തുതയാണ്. സത്യം ഇതായിരിക്കെയാണ് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഒരു പ്രവർത്തനവും നടക്കുന്നില്ല, ഫയലുകൾ നീങ്ങുന്നില്ല എന്നിങ്ങനെയുള്ള പ്രസ്താവനകൾ തുടരുന്നത്. ഓരോ ആഴ്ചയിലും ഫയലുകളുടെ പുരോഗതി മുഖ്യമന്ത്രിയുടെ ഓഫീസ് വിലയിരുത്തുന്നുണ്ടെന്നതും വിവരാവകാശ രേഖകൾ വ്യക്തമാക്കുകയാണ്. വകുപ്പ് തലവന്മാരുടെ യോഗം ചേർന്ന് ഫയലുകളുടെ മുന്നോട്ടു പോക്ക് പരിശോധിക്കാനും മുഖ്യമന്ത്രി സമയം കണ്ടെത്തുന്നുണ്ട്. ഇക്കാര്യവും കണക്കുകൾ തന്നെ വ്യക്തമാക്കുന്നു. മുൻ സർക്കാരിന്റെ കാലത്ത് ലക്ഷക്കണക്കിന് ഫയലുകൾ തീർപ്പാകാതെ ഉദ്യോഗസ്ഥരുടെ കെടുകാര്യസ്ഥത മൂലം കെട്ടിക്കിടന്നിരുന്നു എന്നത് മുൻകാല രേഖകൾ സൂചിപ്പിക്കുകയാണ്. ഓരോ മാസവും ലഭിക്കുന്ന ഫയലുകളിൽ കൃത്യമായി നടപടി സ്വീകരിക്കണമെന്നും മുഖ്യമന്ത്രി നിർദ്ദേശിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഫയലുകൾ കാലവിളംബം കൂടാതെ തീർപ്പാക്കാനുള്ള നടപടികളാണ് സെക്രട്ടേറിയറ്റിൽ തകൃതിയാകുന്നത്. സുനിൽ അരുമാനൂർ, ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. IS ബന്ധം സംശയിക്കുന്ന വിദേശത്തുള്ള ഇന്ത്യക്കാരെ പിടികൂടാൻ NIA ഇന്റർപോളിന്റെ സഹായം തേടി. അന്വേഷണത്തിന്റെ ഭാഗമായി രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ക്യാമ്പ് ചെയ്യുകയാണ് കൊച്ചിയിൽ നിന്നുള്ള NIA സംഘം. കേസിൽ കൂടുതൽ അറസ്റ്റ് ഉണ്ടാകും. കഴിഞ്ഞ ദിവസം കോടതി NIA കസ്റ്റഡിയിൽ വിട്ട IS ഭീകരൻ സുബാനി ഹാജ മൊയ്തീനെ തമിഴ്നാട്ടിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തിയിരുന്നു. NIA കസ്റ്റഡിയിലുള്ള IS പോരാളി സുബ്ഹാനിയെ ചോദ്യം ചെയ്തപ്പോഴാണ് കൂടുതൽ പ്രതികളെക്കുറിച്ച് NIAയ്ക്ക് സൂചന ലഭിച്ചത്. ഇതേ തുടർന്ന് NIA DYSP ഷൗക്കത്ത് അലിയുടെ നേതൃത്വത്തിൽ 3 സംഘങ്ങളായി തിരിഞ്ഞ് അന്വേഷണം തുടങ്ങി. കോയമ്പത്തൂർ, ഹൈദരാബാദ്, കേരളം എന്നിവിടങ്ങളിൽ നിന്നാണ് NIA സംഘം ക്യാമ്പ് ചെയ്ത് അന്വേഷണം നടത്തുന്നത്. NIA അറസ്റ്റ് ചെയ്ത 7 പേരെ കൂടാതെ 4 പേർ കൂടി കസ്റ്റഡിയിലുണ്ട്. ഇവരുടെ അറസ്റ്റ് ഉടൻ ഉണ്ടാകുമെന്നാണ് സൂചന. സുബ്ഹാനിയെ തിരുനെൽവേലിയിൽ നിന്നും പിടികൂടിയ ശേഷം വിശദമായി ചോദ്യം ചെയ്ത ശേഷമാണ് ഇയാളുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയത്. കഴിഞ്ഞ ദിവസം കോടതിയിൽ ഹാജരാക്കിയ ഇയാളെ 9 ദിവസത്തേക്ക് NIAയുടെ കസ്റ്റഡിയിൽ വിട്ടുകൊണ്ട് കോടതി ഉത്തരവിട്ടിരുന്നു. ഇറാഖിലെത്തിയ സുബ്ഹാനി ISൽ നിന്നും ആയുധ പരിശീലനം നേടുകയും യുദ്ധത്തിൽ പങ്കെടുത്തതായും NIAയ്ക്ക് മൊഴി നൽകിയിട്ടുണ്ട്. ഇയാളെ തിരുനെൽവേലി ഉൾപ്പെടെ തമിഴ്നാട്ടിലെ വിവിധ കേന്ദ്രങ്ങളിലെത്തിച്ച് NIA തെളിവെടുപ്പ് നടത്തി. ഇറാഖിലെ ആയുധ പരിശീലനത്തിനിടെ മലയാളികളെ കണ്ടുമുട്ടിയെന്നും നിരവധി മലയാളികൾ IS ക്യാമ്പിലുണ്ടെന്നും സുബ്ഹാനി ചോദ്യം ചെയ്യലിൽ NIAയോട് വെളിപ്പെടുത്തിയിട്ടുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് IS ബന്ധമുള്ളവരെ കസ്റ്റഡിയിലെടുക്കാൻ NIA ഇന്റർപോളിന്റെ സഹായം തേടിയിരിക്കുന്നത്. സോഷ്യൽ മീഡിയ ഗ്രൂപ്പുകൾ വഴി IS പ്രവർത്തനം സജീവമാണെന്ന് വിവരം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ വിവിധ ഗ്രൂപ്പുകളുടെ പ്രവർത്തനം സംബന്ധിച്ച് സോഷ്യൽ മീഡിയകളിൽ നിന്നും NIA വിവരം ശേഖരിച്ചു വരികയാണ്. ന്യൂസ് ബ്യൂറോ, കൊച്ചി. വയനാട് പുൽപ്പള്ളി കരിയമ്പാതയിലെ സന്ധ്യയ്ക്കും 2 പിഞ്ചു കുഞ്ഞുങ്ങൾക്കും സ്വന്തമായൊരു വീട് ആകുന്നു. ഈ കുടുംബത്തിന്റെ ദയനീയ സ്ഥിതി മനസ്സിലാക്കിയ ബോബി ചെമ്മണ്ണൂരാണ് സഹായവുമായി മുന്നോട്ട് വന്നിരിക്കുന്നത്. 500 ചതുരശ്ര അടി വിസ്തീർണമുള്ള വീടിന്റെ പണി തുടങ്ങിക്കഴിഞ്ഞു. 3 മാസത്തിനുള്ളിൽ വീടുപണി പൂർത്തിയാകുമെന്ന് ബോബി ചെമ്മണ്ണൂർ പറഞ്ഞു.